നിങ്ങളുടെ ജീവിതം ലോണിന്റെ ട്രാപ്പിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഏൺ ചെയ്യുന്ന മാസവരുമാനത്തിൽ 50% കൂടുതൽ പല പല ലോൺ EMI ആയിട്ട് ബാങ്കിലോട്ട് അടയ്ക്കുന്ന ഒരവസ്ഥയിലാണ് എങ്കിൽ നിങ്ങൾ ലോൺ ട്രാപ്പിലാണെന്ന് പറയാം. ഇപ്പോൾ ഹോം ലോൺ ഉള്ളവരുണ്ടായിരിക്കും, വെഹിക്കിൾ ലോൺ, കാറാവട്ടെ ബൈക്കാവട്ടെ ഉണ്ടായിരിക്കും, പല പല പേഴ്സണൽ ലോണുകൾ, ദെൻ ക്രെഡിറ്റ് കാർഡ് ബേസ്ഡ് ആയിട്ടുള്ള ലോൺസ്. സോ ഇതൊക്കെ അടച്ചു വരുമ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ പ്രകാരം ഒരു 20,000-നേക്കാൾ കൂടുതൽ, ഒരു 25,000 രൂപയോ ഒക്കെ നിങ്ങളുടെ ടോട്ടൽ ശമ്പളത്തിൻ്റെ നിങ്ങൾക്ക് ബാങ്കിലോട്ട് അടയ്ക്കുന്ന ഒരവസ്ഥയാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ പല പല ബാങ്കുകൾക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. അവർക്ക് ഇൻകം ഉണ്ടാക്കി കൊടുക്കലാണ് ആക്ച്വൽ നിങ്ങളുടെ പണി. നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് നിങ്ങളുടെ ലൈഫ് ഇപ്പോൾ പോകുന്നത്. ദിസ് ഈസ് ആക്ച്വലി ലോൺ ട്രാപ്പ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് ഒരു വ്യക്തി ലോൺ ട്രാപ്പിൽ അകപ്പെടുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. നമ്പർ 2, എന്തായാലും പെട്ടു, ഇനി ഇതിൽ നിന്ന് എങ്ങനെ കരകയറാം, ഹൗ ടു ഓവർകം. നമ്പർ 3, ഏതൊക്കെ മെത്തേഡ്സ് അപ്ലൈ ചെയ്ത് നമുക്ക് ഈ ലോൺസ് അവസാനിപ്പിക്കാം. സോ ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ദിസ് ഇസ് കിരൺ CS. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KCS ക്ലാസ്സസ്. സോ ഞാൻ ആദ്യം പറഞ്ഞു ലോൺ ട്രാപ്പിനെ പറ്റിയിട്ട്. നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ചെക്ക് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ മാസവരുമാനം എത്രയാണെന്ന് നോക്കുക. അതിൽ 50%-നേക്കാൾ കൂടുതൽ നിങ്ങൾ ലോണായിട്ട് പേ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ലോണിന്റെ ട്രാപ്പിൽ അകപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ 2 രീതിയിൽ ലോൺ ട്രാപ്പിൽ ഒരു വ്യക്തി അകപ്പെടും. നമ്പർ 1, ജനിക്കുമ്പോഴേ ലോൺ ട്രാപ്പിൽ അകപ്പെടുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. അതെങ്ങനെയാ? പാരമ്പര്യമായിട്ട് എന്ത് കിട്ടിയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പാരൻസിന്റെ ഉണ്ടാക്കി വെച്ചുള്ള കടം അത് തലയിലേക്ക് വന്നു. ഇപ്പൊ അച്ഛനോ അമ്മയോ ഒക്കെ നമ്മൾ ജനിക്കുമ്പോഴേ ഒരുപാട് കടമൊക്കെ എടുത്തു കൂട്ടി അത് പേ ഓഫ് ചെയ്യേണ്ട ഒരു ബാധ്യത നിങ്ങളുടെ തലയിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം ജന്മനാ നമ്മൾ കടത്തിലാണ് ജീവിക്കുന്നത്. അങ്ങനെയുള്ള ഒരുപാട് വ്യക്തികളുണ്ടായിരിക്കും. ഇപ്പോൾ ഞാൻ ജനിച്ചപ്പോഴേ എൻ്റെ ഫാദറിൻ്റെ കുറച്ച് ഫിനാൻഷ്യൽ ഇൻഡിസിപ്ലിൻ കൊണ്ട് ഒരുപാട് ഏൺ ചെയ്ത എമൗണ്ട് മുഴുവൻ സ്റ്റാർട്ടിങ്ങിൽ, എൻ്റെ നല്ല പ്രായം എന്ന് പറയില്ല, ഇപ്പോൾ 20 വയസ്സ് 21 വയസ്സ് ആ ഒരു ടൈമിൽ മുതൽ ഏൺ ചെയ്യുന്ന എമൗണ്ട് കൂടുതൽ കടം വീട്ടുക എന്നുള്ളൊരു ലക്ഷ്യത്തിലോട്ട് മാത്രം ഫോക്കസ് ചെയ്യേണ്ടതായിട്ട് വന്നു. അതുകൊണ്ടുണ്ടായിട്ടുള്ളൊരു ഗുണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പരമാവധി ഫിനാൻഷ്യലി ഡിസിപ്ലിൻ ആവാൻ ട്രൈ ചെയ്തു. ദെൻ എൻ്റെ ഒരു നല്ല ടൈം പീരീഡ് കൊണ്ട് തന്നെ എനിക്കതൊക്കെ അവസാനിപ്പിക്കാനും സാധിച്ചു. ഒരുപാട് ഗുണങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഫിനാൻഷ്യലി നമ്മൾ ഡിസിപ്ലിൻ ആവും. ദെൻ രണ്ടാമത്തെ വ്യക്തികൾ എന്ന് പറയുമ്പോൾ അവര് ജോലിയൊക്കെ കിട്ടിയതിന് ശേഷം ലൈഫ് മുന്നോട്ട് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് വീട് പണിയാൻ വേണ്ടിയിട്ട് ലോൺ എടുക്കുന്നു. ദെൻ നേരത്തെ പറഞ്ഞ പോലെ കാർ മേടിക്കാൻ വേണ്ടിയിട്ട്, ബൈക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ട് വന്നിട്ടുള്ള മാറ്റങ്ങളാണ്. ഇവരെങ്ങനെയാണ് ലോണിലോട്ട് അട്രാക്ട് ചെയ്ത് പോകുന്നത്? ബാങ്കുകളുടെ ഭാഗത്ത് നിന്ന് വരുന്ന ലോൺ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. നിങ്ങൾക്ക് സിമ്പിളായിട്ട് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഈസി EMI ആണ്. അത് ഏത് ലോണിന്റെ കേസ് അവർ ഓഫർ ചെയ്യുകയാണെങ്കിലും ഈസി EMI ആണ് പറയാം. ഇപ്പോൾ നിങ്ങൾ ഹോം ലോൺ ആണ് എടുക്കാൻ പോകുന്നതെങ്കിൽ അവര് നമ്മുടെ ക്രെഡിറ്റ് വർത്ത്നെസ് റീപേയിങ് കപ്പാസിറ്റി ഒക്കെ നോക്കും. അതിൻ്റെ ബേസിൽ ഇപ്പം നമുക്ക് 40 ലക്ഷമാണ് ലോൺ വേണ്ടെങ്കിൽ അവര് നമുക്ക് മാസം ഓഫർ ചെയ്യുന്ന EMI എമൗണ്ട് എന്ന് പറയണത് നമുക്ക് കേൾക്കുമ്പോൾ ദിസ് ഇസ് ആക്ച്വലി അഫോർഡബിൾ ഫോർ മീ എന്ന് തോന്നും, അല്ലേ? ഇപ്പോൾ മാസം വരുന്നത് 30 വർഷത്തെ ലോൺ, മാസം വരുന്നത് 25,000 രൂപ അല്ലെങ്കിൽ 20,000 രൂപ. ഇങ്ങനെ കേൾക്കുമ്പോൾ എല്ലാവരും അട്രാക്റ്റഡ് ആവും. എനിക്ക് വലിയൊരു വീട് സ്വന്തമാക്കാൻ അവിടെ സാധിക്കുന്നു, മാസം വരുന്ന EMI എന്ന് പറയണത് 20,000 രൂപ 25,000 രൂപ, എനിക്ക് കുഴപ്പമില്ലല്ലോ, അടച്ചു പോയാൽ മതിയില്ലേ. നിങ്ങൾ പെട്ട് കഴിഞ്ഞു. പിന്നെ ഫിക്സഡ് എമൗണ്ട് നിങ്ങൾ മാസം മാസം ഇതിലോട്ട് മാറ്റി വെക്കുകയാണ്. ബാലൻസ് ഉള്ള എമൗണ്ട് വെച്ച് നിങ്ങൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥയാണ്. പിന്നെ ഉണ്ടാകുന്ന പ്രശ്നത്തിനെ പറ്റിയിട്ട് ഞാൻ ഇതിനേക്കാൾ മുമ്പ് പല വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ 40 ലക്ഷമാണ് എടുക്കണമെങ്കിൽ നിങ്ങൾ റീപേ ചെയ്യുമ്പോൾ ടോട്ടൽ 1 കോടിനേക്കാൾ കൂടുതൽ അവിടെ വരുന്നു. കാരണം ലോണിന്റെ ഒരു ഡിസൈൻ എങ്ങനെയാ? നിങ്ങളെ
സ്റ്റാർട്ടിങ്ങിൽ അടയ്ക്കുന്ന EMI മെജോറിറ്റി പോർഷൻ പോകുന്നത് ഇൻട്രസ്റ്റിലോട്ടാണ്. നിങ്ങളുടെ 30 വർഷത്തെ ലോണാണെങ്കിൽ ലാസ്റ്റ് 20 വർഷമൊക്കെ കഴിയുമ്പോഴായിരിക്കും പ്രിൻസിപ്പൽ എമൗണ്ടിലോട്ട് കൂടുതൽ നിങ്ങൾ അടയ്ക്കുന്ന EMIയുടെ പോർഷൻ പോകുക. അതർവൈസ് നിങ്ങൾ എത്ര അടച്ചാലും ആദ്യത്തെ 10 വർഷമോ 15 വർഷമോ ഒക്കെ നിങ്ങൾ അടയ്ക്കുന്ന എമൗണ്ടിന്റെ മെജോറിറ്റി പോർഷൻ പോകുന്നത് എവിടേക്കാണ്? ഇൻട്രസ്റ്റിലോട്ടാണ്. അടച്ചടച്ച് നിങ്ങളൊരു പരുവാക്കും. നിങ്ങൾ ബാങ്കിന് കൂടുതൽ ഇൻകം അവിടെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു തൊഴിലാളിയായിട്ട് ജീവിക്കുന്ന ഒരവസ്ഥയാണ്. ഇതാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്. അപ്പോൾ ഇത് ഹോം ലോണിന്റെ കേസ് മാത്രമല്ല, ഇപ്പൊ പേഴ്സണൽ ലോൺ ആണെങ്കിലും, പേഴ്സണൽ ലോൺ ഷോർട്ട് ടൈം ലോൺസ് അല്ലേ, 1 ലക്ഷം 1.5 ലക്ഷം, ചിലപ്പോൾ 60,000 രൂപ 70,000 രൂപ ഇതൊക്കെയാണ് ഓഫർ ചെയ്യുക. ഇത് 3 വർഷത്തിനൊക്കെ അവർ നൽകുന്നുണ്ട് അല്ലെ, 3 വർഷം 4 വർഷം. അപ്പോൾ അവർ പറയുന്ന EMI എമൗണ്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 5,000 രൂപ 6,000 രൂപയ്ക്ക് ഇരിക്കും പറയാം. അപ്പോൾ ഇതിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 20 മുതൽ 34% വരെയൊക്കെയാണ് ഇതിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. സാധാരണ വ്യക്തികളെ പെട്ടെന്ന് പൈസയുടെ അത്യാവശ്യം എന്ന് പറഞ്ഞിട്ട് ഇതിലൊക്കെ വീഴുന്നു. അപ്പൊ ഇതും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു എമൗണ്ടാ പറയാം. ഇതുപോലത്തെ 3-4 ലോണുകൾ അവിടെ കുമിഞ്ഞു കൂടുമ്പോൾ നമ്മുടെ മാസ വരുമാനത്തിലെ മെജോറിറ്റി പോർഷൻ അവിടെ ബാങ്കിലോട്ട് പോകാണ് ഉണ്ടാകുന്നത്. പിന്നെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളാകെ ചക്രശ്വാസം വലിക്കുന്ന ഒരു അവസ്ഥയിൽ എത്തുന്നുള്ള. അതുകൊണ്ട് തന്നെ ഏത് തരം ലോൺ ആണെങ്കിലും അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ വായിച്ചിരിക്കണം. നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് പേഴ്സണൽ ലോൺ വേണോ അല്ലെങ്കിൽ വെഹിക്കിൾ ലോൺ വേണോ, എന്ത് ലോൺ ആണെങ്കിലും അവരെ പറയുമ്പോൾ, അത് മാത്രമല്ല ഇപ്പൊ ക്രെഡിറ്റ് കാർഡ് എടുത്ത് നമ്മൾ ഒരു ഹ്യൂജ് എമൗണ്ടിൽ പർച്ചേസ് ചെയ്തു നീക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 40,000 50,000 അപ്പോൾ തന്നെ 2 ദിവസം കഴിയുമ്പോൾ വിളിക്കും. ഫ്ലെക്സി പേക്കുള്ള പോസിബിലിറ്റി ഉണ്ട് ഈ 50,000 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് 6 പ്രാവശ്യമായിട്ടോ അല്ലെങ്കിൽ 9 പ്രാവശ്യമായിട്ടോ 3 പ്രാവശ്യമായിട്ടോ നമുക്ക് പേ ചെയ്താൽ മതി. ഈ 50,000 ഒറ്റയടിക്ക് പേ ചെയ്യണ്ട. അതിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അവർ പറയുന്നത്. അവിടെയും നമ്മൾ അതിൽ വീണുപോകും ആ ട്രാപ്പില്. എന്ന് പറഞ്ഞാൽ ഇവര് പേഴ്സണൽ ലോണിന്റെ കേസാണെങ്കിലും ഈ ഫ്ലെക്സി EMIയുടെ എന്തിന്റെ കേസിലാണെങ്കിലും പറയാം മന്ത്ലി ആയിരിക്കും. ഇപ്പൊ 2% മന്ത്ലി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ അത് ഇൻറ്റു 12 ഇട്ടാൽ 24%. നമ്മൾ ശ്രദ്ധിക്കില്ല. ഇനി നമ്മൾ ഈ ഓഫർ നിരസിച്ചു എന്ന് പറയാം. അപ്പോൾ എനിക്ക് വേണ്ടെന്ന് പറയുകയാണെങ്കിൽ അവരപ്പോൾ ചോദിക്കും, എന്ത് പറ്റി സാർ, വളരെ നല്ലൊരു ഓഫറാണല്ലോ, എന്താണ് കാര്യം? എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തു. 2 ദിവസം കഴിഞ്ഞ് അവർ വീണ്ടും വിളിക്കും. ചിലപ്പോൾ ആ സമയത്ത് നമുക്ക് പൈസ അധികം ഇല്ലാണ്ട് ടൈറ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയിലാണെങ്കിൽ നമ്മൾ പറയും ശരി പ്രൊസീഡ് ചെയ്തോളാൻ. എഗെയിൻ നിങ്ങൾ പുതിയൊരു ട്രാപ്പിൽ പെടാണ്. അപ്പോൾ ഇങ്ങനെ നമ്മളെ ട്രാപ്പിലാക്കാൻ വേണ്ടിയിട്ട് മുൻപിൽ ബാങ്കുകൾ അവരുടെ ഇൻകത്തിന് വേണ്ടിയിട്ട് രണ്ടും കൽപ്പിച്ചിരിക്കുകയാണ്. അത് അവരുടെ മാർക്കറ്റിംഗ് സ്റ്റാഫിന്റെ പണിയാണ്. അപ്പൊ ഇങ്ങനെ ജന്മനാ കടത്തില് വന്നിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും. അതല്ലാണ്ട് നമ്മൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ ചെയ്യുന്ന നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചിന്റെ ഭാഗമായിട്ടൊക്കെ നമ്മൾ വീട് വെക്കാനും അല്ലെങ്കിൽ വണ്ടി മേടിക്കാനും അതല്ലെങ്കിൽ നമുക്ക് പൈസയുടെ അത്യാവശ്യം വരുമ്പോൾ ആദ്യ കാലഘട്ടത്തിൽ കൈവായ്പയ്ക്ക് പകരം ബാങ്കുകളിൽ നിന്ന് പേഴ്സണൽ ലോൺ എടുക്കുന്ന ഒരവസ്ഥ, ക്രെഡിറ്റ് കാർഡിന്റെ പ്രോപ്പർ യൂസേജ് അല്ലാണ്ട് വരുന്ന ലോണിന്റെ കുമിഞ്ഞുകൂടൽ, ഇങ്ങനെയൊക്കെ ഒരു വ്യക്തി ലോണിന്റെ ട്രാപ്പിൽ അകപ്പെടും അല്ലേ. ഇനി നമ്പർ 2, എങ്ങനെ ഇതിൽ നിന്നൊരു മോചനം നേടാം, ഹൗ ടു ഓവർകം, ഇതാണ് നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 4 ആണ് സജസ്റ്റ് ചെയ്യുന്നത്. നമ്പർ 1, ഇതിനൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് അക്കൗണ്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്പർ 2, ലോൺസ് റീപേ ചെയ്യാൻ വേണ്ടിയിട്ട് പോപ്പുലർ ആയിട്ടുള്ള 2 മെത്തേഡ്സ് ഉണ്ട്. ആ മെത്തേഡ്സ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ അതിനെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണുന്നുണ്ട്. നമ്പർ 3, പലരുടെ അടുത്തും ലോൺസ് ഒക്കെ വേഗം റീപേ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുമ്പോൾ നമ്മൾ അല്ലെ എക്സ്ട്രാ EMI അടയ്ക്കുക, കൂടുതൽ എമൗണ്ട് കയ്യിലോട്ട് വരുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറയും. ബട്ട് മെജോറിറ്റി ആൾക്കാർ പറയും അതിന് എവിടുന്ന് പൈസ വേണ്ടേ. അപ്പോൾ നമ്മുടെ കയ്യിൽ എക്സ്ട്രാ ഇടാനുള്ള പൈസ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളുണ്ട്. അതിനെ പറ്റിയിട്ടാണ് 3ാമതായിട്ട് പറയുന്നത്. ആൻഡ് ഫൈനലി നമ്പർ 4, ഒരു നല്ല ഫിനാൻഷ്യൽ ഓഡിറ്റ് നമ്മുടെ ലൈഫിൽ തന്നെ നമ്മൾ കൊണ്ടുവരണം. അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ. സോ ഈ 4 സ്റ്റെപ്പുകളാണ് നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ഇതിൽ ആദ്യം ഞാൻ പറഞ്ഞു നല്ല രീതിയിൽ നമ്മുടെ ലോൺസിനെ അക്കൗണ്ട് ചെയ്ത് വെക്കണം. എന്താണ് ഉദ്ദേശിക്കുന്നത്? അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഒരു 5 കാര്യങ്ങളാണ് നോട്ട് ചെയ്യേണ്ടത്. നമ്പർ 1, നിങ്ങളുടെ ടോട്ടൽ ലോൺ എമൗണ്ട് എത്രയാണെങ്കിൽ അത് എഴുതി വെക്കണം. നമ്പർ 2,
എത്ര ലോൺ എമൗണ്ട് ഇനി അടയ്ക്കാൻ പെൻഡിങ് ഉണ്ട് എങ്കിൽ അതവിടെ എഴുതി വെക്കണം. അപ്പൊ ടോട്ടൽ ലോൺ എമൗണ്ട് ഇപ്പൊ 50 ലക്ഷം ആണെങ്കിൽ 50 ലക്ഷം. ഇനി എത്ര അടയ്ക്കാനുണ്ട് എന്നുള്ളത് പ്രോപ്പറായിട്ട് നോക്കുക, അത് റെക്കോർഡ് ചെയ്യുക. ദെൻ നെക്സ്റ്റ്, എത്ര EMIs ഇനി അടയ്ക്കാനുണ്ട്, ഓരോ ലോണിന്റെയും EMIs ഇനി എത്രത്തോളം അടയ്ക്കാനുണ്ട്. ദെൻ നമ്പർ 4, മന്ത്ലി EMIs എത്രയാണ്, എത്രയാണ് നിങ്ങളുടെ ടോട്ടൽ എന്താണ് ഒരു മാസത്തിലുള്ള EMI എമൗണ്ട് എന്നുള്ളത് നോട്ട് ചെയ്യുക. ദെൻ ഫൈനലി ഓരോ ലോണിന്റെയും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ ഇങ്ങനെ 5 കാര്യങ്ങൾ നിങ്ങൾ ആദ്യം എഴുതി വെക്കുക. സോ ഇത് മനസ്സിലാക്കിയതിന് ശേഷം നെക്സ്റ്റ് നമ്മൾ ഇത് പേ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിനാൻസിൽ പോപ്പുലർ ആയിട്ട് 2 മെത്തേഡ്സ് ആണ് പറയാറ്. നമ്പർ 1 ആണ് അവലാഞ്ച് മെത്തേഡ് എന്ന് പറയും, അവലാഞ്ച് മെത്തേഡ്. നമ്പർ 2 ആണ് സ്നോബോൾ മെത്തേഡ്. ഇങ്ങനെ 2 മെത്തേഡുകൾ ഫിനാൻസിൽ, പേഴ്സണൽ ഫിനാൻസിൽ കടം റീപേ ചെയ്യുമ്പോൾ സജസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തിനാണ് ഈ മെത്തേഡ്സ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, പലരും ലോൺ അടയ്ക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു മെത്തേഡ് വെച്ച് ഇറങ്ങുമ്പോൾ തന്നെ അവിടെ എനിക്ക് ഈ കടങ്ങളൊക്കെ വീട്ടി സ്വസ്ഥമായിട്ടിരിക്കണം എന്നുള്ളൊരു ചിന്ത അവിടെ വരാണ് സൈക്കോളജിക്കലി. അങ്ങനെ വരുമ്പോൾ തന്നെ അവിടെ കടം വീട്ടാനുള്ളൊരു എഫേർട്ട് ആ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് വരുന്നു. അങ്ങനെ ഒരു മെത്തേഡൊക്കെ ഫോളോ ചെയ്ത് കടം വീട്ടാൻ ഇറങ്ങുന്നവർക്ക് പെട്ടെന്ന് തന്നെ ഇതൊക്കെ പോസിബിൾ ആണെന്നുള്ളതാണ് സൈക്കോളജിക്കലി പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ 2 മെത്തേഡിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ സാധിക്കും. അപ്പൊ നമ്പർ 1 ആണ് അവലാഞ്ച് മെത്തേഡ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഈ ലോൺ എമൗണ്ടുകളും EMIയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചില്ലേ. അപ്പോൾ അതിൻ്റെ ബേസിൽ നിങ്ങളുടെ ടോട്ടൽ ലോൺ എമൗണ്ടിൽ ഏറ്റവും ഹയസ്റ്റ് എമൗണ്ട് ഓഫ് ലോൺ ഏതാണ് എങ്കിൽ ആ ഒരു ലോൺ കൂടുതൽ അടച്ചു വീട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക എന്നുള്ളതാണ് അവലാഞ്ച് മെത്തേഡിൽ പറയുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലുതിനെ ആദ്യം തന്നെ പിടിക്കുക, ഏറ്റവും വലിയ ലോണ് ആദ്യം തന്നെ പേ ഓഫ് ചെയ്യാൻ ട്രൈ ചെയ്യുക. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഏറ്റവും കൂടുതലുള്ളതും ഏറ്റവും കൂടുതൽ ലോൺ എമൗണ്ട് ഉള്ളതും ഏതാണെങ്കിൽ അത് ആദ്യം പേ ഓഫ് ചെയ്യാൻ നോക്കുക. ഇതാണ് അവലാഞ്ച് മെത്തേഡിൽ പറയുന്നത്. ബിഗ്ഗസ്റ്റ് വണ്ണിനെ ആദ്യം പിക്ക് ചെയ്യലാണ്. ഇനി സ്നോബോൾ മെത്തേഡാണ് രണ്ടാമത് വരുന്നത്. അതിൻ്റെ പ്രത്യേകത എന്താണ്? സ്മോൾ, ചെറുതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ചെറിയ ചെറിയ ലോണുകൾ ഉള്ളത് ആദ്യം വീട്ടി പോകാം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറച്ച് കോൺഫിഡൻസ് കിട്ടുന്ന പറയുന്നത് അല്ലേ, ശരിയല്ലേ? ഇപ്പോൾ പഠിക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഫസ്റ്റ് ഡേ തന്നെ ഒരു 5 മണിക്കൂർ 6 മണിക്കൂർ പഠിക്കാൻ പോവുകയാണെങ്കിൽ നമ്മളാകെ എടുത്തു പോകും. കുറച്ചീശെ ആയി കൺസിസ്റ്റൻസി അവിടെ കൊണ്ടുവന്ന് ഒക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും. എന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ ആദ്യം ചെറിയ ലോണുകൾ അവസാനിപ്പിക്കുക. ചെറിയ എമൗണ്ട് ഓഫ് ലോൺ, ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് ബേസിലുള്ളതോ പേഴ്സണൽ ലോൺ ഉണ്ടായിരുന്നു അത് വീട്ടുന്നു. അതിനുശേഷം നെക്സ്റ്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണു. അപ്പോൾ അങ്ങനെ ചെറുത് വീട്ടി ഏറ്റവും ബിഗ്ഗസ്റ്റ് വൺ അവസാനിപ്പിക്കുന്ന രീതി. അപ്പോൾ ഇങ്ങനെ 2 മെത്തേഡ് ഉണ്ട്. ഈ 2 മെത്തേഡിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് നിങ്ങൾക്ക് നിങ്ങളുടെ നേരത്തെ അക്കൗണ്ട് ചെയ്ത കാര്യങ്ങളില്ലേ, ലോണിൻ്റെ ടോട്ടൽ ലോൺ എമൗണ്ട്, ഇനി എത്ര അടയ്ക്കാനുണ്ട്, EMI എത്രയാണ്, ഇതിൻ്റെ ബേസിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഇതിൻ്റെ ബേസിൽ നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാൻ സാധിക്കും. ഇപ്പം നിങ്ങളുടെ ലോൺ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ പേഴ്സണൽ ലോൺ ഫോർ എക്സാമ്പിൾ ഒരു 2 പേഴ്സണൽ ലോൺ ഉണ്ട്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വളരെ കൂടുതലാണ്. ഇനി അടയ്ക്കാൻ പെൻഡിങ് ഉള്ളത് ഏകദേശം ഒരു 30,000 രൂപ. ഒരെണ്ണത്തിൽ 40,000 രൂപയുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം ഇത് പേ ഓഫ് ചെയ്ത് അവസാനിപ്പിക്കാൻ ട്രൈ ചെയ്യുക. അപ്പോൾ അത്രത്തോളം ലോൺ അവിടെ കഴിഞ്ഞു. അപ്പോൾ അതാണ് സ്നോബോൾ മെത്തേഡ് എന്ന് പറയുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് സജസ്റ്റ് ചെയ്യുന്ന സ്നോബോൾ തന്നെയാണ്. അങ്ങനെ കഴിയുമ്പോൾ തന്നെ നമുക്കൊരു സമാധാനം കിട്ടും എന്നുള്ളതാണ്. ഈ ആദ്യത്തെ അവലാഞ്ച് മെത്തേഡിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം വലുതിനെ പിടിക്കുമ്പോൾ ഒരു അത്രത്തോളം അത് വീട്ടി അവസാനിപ്പിക്കാൻ പറ്റും. ബട്ട് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ മടുക്കും. ലോൺ ടോട്ടൽ നമ്പർ ഓഫ് ലോൺസ് അവിടെ അങ്ങനെ തന്നെ നിൽക്കുക. പെട്ടെന്ന് തന്നെ എല്ലാത്തിലേക്കും എത്താനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് 2 മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഇതിൽ ഏത് വേണമെങ്കിൽ നിങ്ങളുടെ ലോണിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ സാധിക്കും. ഇനി 3ാമത്തെ സ്റ്റെപ്പിലോട്ട് നമുക്ക് പോകാം. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ ഒരു സിറ്റുവേഷനിലാവും. ലോൺ അടച്ച് വീട്ടണം, ബട്ട് എക്സ്ട്രാ നമുക്ക് എടുക്കാനുള്ള പൈസയൊന്നുമില്ല. ഇതൊന്നും എടുക്കാണ്ട് എങ്ങനെയാണ് ഈ ലോൺ ട്രാപ്പിൽ നിന്ന് നമുക്കൊരു മോചനം, അതിന് വല്ല മെത്തേഡ്സ് ഉണ്ടോ എന്നുള്ളതാണ് പിന്നെ അറിയേണ്ടത്. അപ്പോൾ അതിന് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ആദ്യത്തെ ഒരു കാര്യം ഡെറ്റ് കൺസോളിഡേഷനാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ക്രെഡിറ്റ് കാർഡിൻ്റെ ലോൺ ഉണ്ട്, ചിലതൊക്കെ 30%, 34% ഒക്കെ വരുന്നു. പേഴ്സണൽ ലോൺ ഉണ്ട്,
15-20% ഒക്കെ വരും അല്ലേ? ഓരോന്നിനും ഈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഒക്കെ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഒരു 2-3 ലോൺ എല്ലാം കൂടി നോക്കുന്ന സമയത്ത് അതിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 20 എബോവ് ആണ്, 25 വരുന്നുണ്ട്. എല്ലാം കൂടി നോക്കുമ്പോൾ ഒരു 1.5 ലക്ഷമാണെന്ന് നിൽക്കുക. അപ്പുറത്ത് നിങ്ങൾക്ക് ഒരു 10% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ വേറൊരു ലോൺ കിട്ടാൻ അവിടെ പോസിബിലിറ്റി ഉണ്ടെങ്കിൽ ഈ ഒരു പുതിയ ലോൺ എടുത്തിട്ട് നമുക്ക് ബാക്കി 3 ലോൺ കൂടുതൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉള്ളത് വീട്ടാൻ സാധിക്കും. പലരും ചോദിക്കും, ഒരു കടം വീട്ടാൻ ഒരു ലോൺ വീട്ടാൻ പുതിയൊരു ലോൺ എടുക്കുന്നത് നല്ലതാണോ? ഞാൻ പലപ്പോഴും പറയാറുണ്ട് അതൊരു നല്ല കാര്യമല്ല. ബട്ട് അവിടെ നമുക്ക് പുതിയൊരു ലോൺ എടുക്കാം. എങ്ങനെയാണെങ്കിൽ ഓൾറെഡി ഉള്ള ലോൺ എമൗണ്ടും അതിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നോക്കാം. അതിനാണ് ഞാൻ പറഞ്ഞത് അതൊക്കെ അക്കൗണ്ട് ചെയ്ത് വെക്കാൻ. ആ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഓൾറെഡി ഉള്ളത് 20%, 25%. നമുക്ക് പുതിയ കിട്ടുന്ന ലോൺ എന്ന് പറയുന്നത് അതിനേക്കാൾ കുറവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരിക്കണം. ദെൻ നമുക്ക് ഈ എടുത്ത ലോൺ വെച്ചിട്ട് 1-2 ലോണുകൾ അവിടെ നമുക്ക് വീട്ടാൻ സാധിക്കുമെങ്കിൽ അത് ഒരു നല്ല പരിപാടിയാണ്. പിന്നെ ഈ പുതിയ ലോൺ എടുത്തിട്ട് ഈ ലോൺ അടയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യുക. പുതിയ ലോൺ എടുത്തിട്ട് അതെടുത്തിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യരുത്. അങ്ങനെ പല ആൾക്കാരും ചെയ്യുന്നതാണ്. ലോൺ പുതിയതായിട്ട് എടുക്കുന്നു എന്തിനു വേണ്ടിയിട്ടാണ്? ഓൾറെഡി ഉള്ള ലോൺസ് വീട്ടാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഒരു എമൗണ്ട് എടുക്കുമ്പോൾ പിന്നെ അതെടുത്തിട്ട് സ്പെൻഡ് ചെയ്യരുത്. അപ്പോൾ നമ്മുടെ ജീവിതം വീണ്ടും ട്രാപ്പിലേക്ക് പോവുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതാണ് ഡെറ്റ് കൺസോളിഡേഷൻ എന്ന് പറയാം. നെക്സ്റ്റ് ഓപ്ഷനാണ് റീഫിനാൻസ് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ ഹോം ലോണൊക്കെ നിങ്ങൾക്ക് റീഫിനാൻസ് ചെയ്യാൻ സാധിക്കുന്ന, ഇപ്പോൾ നിങ്ങളുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇപ്പോൾ 9% നിങ്ങളുടെ അറ്റ് പ്രസൻ്റ് ഉള്ള ബാങ്ക് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകുന്നില്ല. അപ്പം നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ബാങ്കിനെ സമീപിച്ച് നമുക്കിത് മൊത്തം വേറൊരു ബാങ്കിലോട്ട് റീഫിനാൻസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ പുതിയ ബാങ്ക് നമുക്ക് 8% ഇത് ഓക്കെ ആക്കി തരുമെങ്കിൽ, അല്ലെങ്കിൽ 8% ഓക്കെ ആക്കി തരുമെങ്കിൽ നിങ്ങൾ വിചാരിക്കും 0.5% എന്താണ്? നിങ്ങളുടെ ടോട്ടൽ ലോൺ എമൗണ്ട് 40 ലക്ഷമോ 50 ലക്ഷമോ ആണെങ്കിൽ വളരെ മാറ്റങ്ങൾ അവിടെ ഉണ്ടാവും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ റീഫിനാൻസിങ് ഒരു ഓപ്ഷനാണ് നിങ്ങൾക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറവിന് ലഭിക്കുമെങ്കിൽ. ദാറ്റ്സ് അബൌട്ട് നമ്പർ 2. മൂന്നാമതായിട്ട് നിങ്ങളുടെ സ്വന്തം ബാങ്കിൽ തന്നെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, നെഗോഷിയേറ്റ് ചെയ്യാം. എങ്ങനെയാ? ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 9% നിങ്ങളുടെ ഇപ്പോഴുള്ള റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇപ്പോൾ RBIയുടെ പല മാറ്റങ്ങൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ബാങ്കിനെ സമീപിക്കാം. നിങ്ങളുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇപ്പോൾ ഉള്ളതിൽ നിന്ന് കുറച്ച് തരണം, അതല്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ ഞാൻ റീഫിനാൻസ് ചെയ്യുന്നവരടുത്ത് പറയാം. അപ്പം അവർ ചിലപ്പോൾ സമ്മതിക്കും. നമ്മൾ പോയി കോൺടാക്ട് ചെയ്താലേ കാര്യമുള്ളൂ. എന്തുകൊണ്ട് എനിക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എനിക്ക് കുറച്ച് കിട്ടുന്നില്ല, നെഗോഷിയേറ്റ് ചെയ്യുക. അപ്പോൾ ആ ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഡെറ്റ് കൺസോളിഡേഷൻ പോസിബിളാണ്, റീഫിനാൻസിങ് പോസിബിളാണ്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ സ്വന്തം ബാങ്കായിട്ട് തന്നെ നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാനും സാധിക്കും. ദെൻ നാലാമതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ബാലൻസ് ട്രാൻസ്ഫർ. ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം. ബാലൻസ് ട്രാൻസ്ഫറിലൂടെ എക്സ്ട്രാ ഡിസ്കൗണ്ടും മറ്റു കാര്യങ്ങളൊക്കെ ബോണസ് പോയിന്റുകളൊക്കെ ലഭിക്കുന്ന പരിപാടികളുണ്ട്. അപ്പോൾ അതും ചെയ്യാൻ സാധിക്കും. ഞാൻ കൂടുതൽ ആദ്യത്തെ ഒരു 3 മെത്തേഡ്സ് ആണ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എക്സ്ട്രാ കയ്യിലൊന്നും എടുക്കാനില്ല, അങ്ങനെ ഇല്ലാത്തവർക്ക് ചെയ്യാൻ സാധിക്കുന്ന ലോൺ ട്രാപ്പിൽ നിന്ന് ഒരു മാറ്റം കൊണ്ടുവരാൻ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ സാധിക്കുന്ന കുറച്ച് പോയിന്റ്സ് ആണ് ഞാൻ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ആൻഡ് ഫൈനലി നിർബന്ധമായും എല്ലാ മാസവും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഫിനാൻഷ്യൽ ഓഡിറ്റ് നടത്തുക. എന്തിനാണ് ഫിനാൻഷ്യൽ ഓഡിറ്റ് നടത്തുന്നത്? എങ്ങനെയാണ് നിങ്ങൾ ഏൺ ചെയ്യുന്ന ഹാർഡ് ഏൺ മണി പോകുന്നത്? ഇപ്പോൾ ചില ആൾക്കാരുടെ വരുമാനം എന്നൊക്കെ പറയണ 80,000 രൂപ അല്ലെങ്കിൽ 1 ലക്ഷം രൂപയൊക്കെയാണ്. മാസാവസാനം ആകുമ്പോഴും കയ്യിലൊന്നും ഉണ്ടാവില്ല. ഇത് എവിടേക്ക് പൈസയൊക്കെ പോകണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് ഒന്നും മറുപടി പറയാനില്ല. ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിലാണെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, ജസ്റ്റ് ഒന്ന് സ്വാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് കാശ് പോകണു, അല്ലെങ്കിൽ UPI പേയ്മെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ക്യാഷ് ഡീൽ ചെയ്യുന്നത് വളരെ കുറവാണ്. അപ്പോൾ ഈ കാശ് എവിടേക്ക് പോകണം എന്നുള്ളത് ആൾക്കാർക്ക് അറിയില്ല. അതിനാണ് നമ്മൾ പ്രോപ്പറായിട്ട് ഓഡിറ്റ് ചെയ്യണം എന്ന് പറയണത്. നമ്മുടെ എക്സ്പെൻസസ്, ഇൻകം എത്രയാണെന്നുള്ളത് റെക്കോർഡ് ചെയ്യണം. ബിസിനസ്സുകാർ മാത്രമല്ല ഇത് ചെയ്യണ്ടേ, നമ്മളും ചെയ്യണം. ബിസിനസ്സുകാർക്ക് ഈ പൈസയ്ക്ക് വിലയുള്ളതുകൊണ്ട് തന്നെ അവർ അവരുടെ ഡെയിലി ലൈഫിലും അതല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ കാര്യങ്ങളിലും അത് ചെയ്യണം. സാധാരണ ആൾക്കാരാണ് ഇതൊന്നും ചെയ്യാണ്ട് എവിടേക്ക് ഈ പൈസ പോയി എന്നുള്ളത് അറിയാത്തൊരവസ്ഥ. കപ്പൽ മുങ്ങുന്നത് എങ്ങനെയാ? ചെറിയ ദ്വാരം മതി. അപ്പോൾ ആ ദ്വാരം അടയ്ക്കണം. അതിന് വേണ്ടിയിട്ടാണ് പ്രോപ്പറായിട്ട് ഇതൊക്കെ ശ്രദ്ധിക്കണം. എത്രയാണ് ഇൻകം,
എക്സ്പെൻസസ് എത്ര വരുന്നു എന്നുള്ളത് പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കണം. ഇനി നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ടെമ്പററി ആണെങ്കിലും നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. സോ ഇത്രത്തോളം ലോണും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇതാണ് നമ്മുടെ സിറ്റുവേഷൻ. അത് വീട്ടിലും പറയാം, വീട്ടിലും എല്ലാവരും അറിയണം. ഒരാൾ മാത്രം വിചാരിച്ചാൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ കുറച്ച് നാളെത്തിയെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരാൾ വിചാരിച്ചിട്ട് കാര്യമില്ല. ഇപ്പം ഞാൻ വിചാരിക്കുകയാണ് നമുക്ക് ഇത്രത്തോളം ബാധ്യതയൊക്കെ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇനി ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിലവുകളൊക്കെ ഒന്ന് കുറയ്ക്കും. ബട്ട് ഞാനും ഫാമിലി ആയിട്ട് ഈ ഇപ്പോൾ കടയിലേക്ക് പോവുക, ഫാമിലിയുടെ അടുത്ത് നമ്മളിതൊന്നും കൺവേ ചെയ്തിട്ടില്ല എങ്കിൽ അവർ ഒന്നും ശ്രദ്ധിക്കാണ്ട് പർച്ചേസ് ചെയ്യും. ഇപ്പം എൻ്റെ വൈഫൊക്കെ അങ്ങനെയാണ്, ഒന്നും ശ്രദ്ധിക്കില്ല. എന്താണ് വേണ്ടത് എന്നുള്ളത് കടയിൽ എത്തിയിട്ടാണ് പലരും തീരുമാനമെടുക്കുക. അവിടെ എന്ത് കാണുന്നു അത് ആദ്യം മേടിക്കും. അതല്ലാണ്ട് ഇപ്പോൾ കടയിലേക്ക് ഇറങ്ങുമ്പോൾ ആ കൂടി 3 ഐറ്റം ഉണ്ടാവുള്ളൂ. അവിടെ എത്തിയിട്ട് ആദ്യം കാണുന്ന സാധനങ്ങളൊക്കെ മേടിച്ച് അവസാനമായിരിക്കും ഈ 3 ഐറ്റംസ് മേടിക്കുക. അപ്പോൾ ഒരു പ്ലാനിങ് ഇല്ലാണ്ട് പർച്ചേസ് നടത്തുക, ഷോപ്പിംഗ് നടത്തുക. അപ്പോൾ ടെമ്പററി ആണെങ്കിൽ നമ്മളിതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതിനുശേഷം നിങ്ങൾ ഇങ്ങനെ എന്താണ് ഞെരുങ്ങി ജീവിക്കണമെന്ന് ഞാൻ പറയില്ല. അതിനു വേണ്ടി നിങ്ങൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് അഡീഷണൽ ഇൻകം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. അതിപ്പോൾ ഗവൺമെൻറ് സർവീസിൽ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അതല്ലാത്ത ആൾക്കാർ ഫ്രീലാൻസ് ചെയ്തിട്ടോ നിങ്ങളുടെ കഴിവ് സ്കില്ല് കൂട്ടിയിട്ടോ അഡീഷണൽ ഇൻകം ജനറേറ്റ് ചെയ്യാം. അതല്ലാണ്ട് വേറൊരു നിവൃത്തിയില്ല. ദെൻ നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് കുറച്ചൊരു ലംസം എമൗണ്ട് കിട്ടിയെന്ന് വിചാരിക്കുക. അതിപ്പോൾ ബോണസ് ആയിട്ടോ അല്ലേ, ഇപ്പോൾ ഗവൺമെൻറ് സർവീസിൽ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിലും പലപ്പോഴും കിട്ടും അഡീഷണൽ ആയിട്ട് ഒരു ലംസം എമൗണ്ട് ഒക്കെ. അങ്ങനെ ഒരു എമൗണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ മോർ ദാൻ 50% അല്ലെങ്കിൽ 50 to 70% ഓൾറെഡി നിങ്ങൾക്ക് ഇങ്ങനെ ലോൺസ് ഉണ്ടെങ്കിൽ അത് പേ ഓഫ് ചെയ്യാൻ ട്രൈ ചെയ്യാം. ബാലൻസ് എമൗണ്ട് നിങ്ങൾക്ക് യൂസ് ചെയ്തോ, സ്പെൻഡിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. മെജോറിറ്റി നിങ്ങൾക്ക് ഓൾറെഡി അവിടെ ലോൺ ഉണ്ടെങ്കിൽ അത് വീട്ടാൻ ശ്രമിക്കുക. ഓക്കെ, ചെറിയ ഒരു 30 to 40% നിങ്ങൾക്ക് സ്പെൻഡിങ്ങിന് വേണ്ടിയിട്ട് വിനിയോഗിക്കുകയും ചെയ്യാം. അതാണ് നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം. ദെൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ലോൺ ട്രാപ്പിൽ നിന്ന് മോചനം കിട്ടാൻ നിങ്ങൾ ഫോളോ ചെയ്യാൻ സാധിക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, ഞാൻ ഇതിനേക്കാൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, എക്സ്ട്രാ EMI പേ ചെയ്യുക. അല്ലെങ്കിൽ ഒരു പെർസെൻറ്റേജ് കൂടുതൽ എല്ലാ വർഷവും EMI സ്റ്റെപ്പ് അപ്പ് ചെയ്ത് അടയ്ക്കുക. അങ്ങനെ ചെയ്താൽ, ഞാൻ ഇതിനേക്കാൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നതാണ് 25 വർഷത്തെ ലോൺ എങ്ങനെ 10 വർഷം കൊണ്ട് വീട്ടാം. അപ്പോൾ നിങ്ങൾക്ക് ഓരോ വർഷവും കൂടുതൽ ലഭിക്കുന്ന ഇൻകം നിങ്ങൾ എക്സ്ട്രാ EMI ആയിട്ടോ പേ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ടോട്ടൽ ലോൺ എമൗണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വീട്ടാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു മാർഗങ്ങളൊക്കെ ലോൺ ട്രാപ്പിൽ നിന്ന് മോചനം നേടാൻ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞിട്ടായിരുന്നു, ലോൺ ട്രാപ്പിൽ ജനിക്കുമ്പോഴേ അകപ്പെടുന്നവരുണ്ട്, അതല്ലാണ്ട് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ കൊണ്ട് അകപ്പെടുന്നവരുണ്ട്. എങ്ങനെയാണെങ്കിലും ഇതിൽ നിന്ന് മോചനം നേടിയാൽ മാത്രമേ നമ്മുടെ ലൈഫ് സ്മൂത്തായിട്ട് പോവുള്ളൂ. അതല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഉറങ്ങാൻ സാധിക്കില്ല. നെക്സ്റ്റ് EMI ഡേറ്റിനെ പറ്റിയിട്ടായിരിക്കും നമ്മളെപ്പോഴും ആലോചിക്കുക. സ്ട്രെസ്സ് കൂടുന്നു, ടെൻഷൻ കൂടുന്നു. ഓട്ടോമാറ്റിക്കലി അതിൽ നിന്ന് മോചനം നേടാൻ വേണ്ടിയിട്ട് പലരും ലഹരി, മദ്യപാനം ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു. കൂടുതൽ പൈസ അങ്ങോട്ട് പോകുന്നു. ഇതൊന്നല്ല വേണ്ടേ. എല്ലാത്തിനും നമ്മൾ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ആണ് വേണ്ടത്. അതിന് ഫിനാൻഷ്യൽ അവെയർനെസ് ആണ് വേണ്ടത്. സോ അതിലൂടെ നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം നേടാൻ സാധിക്കും. ഓക്കെ, സോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. അതിനുള്ള മറുപടി ഞാൻ മറ്റൊരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.